വെൽക്കം ടു ഓൾ. എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഇത് പുച്ഛം തോന്നണോ അതോ പിന്നെ ഇതിനെങ്ങനെ ഏതൊരു രീതിയിൽ പ്രതികരിക്കണം അല്ലെങ്കിൽ ഈ സമയത്ത് ഏത് സ്മൈലി തരണമെന്ന് അറിയത്തില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് LGS ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ട് 3 കൊല്ലങ്ങളായിട്ട് 3 വർഷത്തിലധികമായിട്ട് ഉറക്കമിളച്ച് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അലമുറ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ. PSC ഇൻ കേസ് 2-3 ദിവസത്തിനകം ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ നിങ്ങൾ ഒരു 300-400 റാങ്കിനകത്തുള്ള ആൾക്കാർ മാറിയും തിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് എന്ത് ചെയ്തു, ലിസ്റ്റിലുണ്ട്, മെയിൻ ലിസ്റ്റിൽ തന്നെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ ഇതിനും താഴെ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അവരെന്ത് ചെയ്യും? അതുപോലെ തന്നെ എല്ലാ ജോലിക്കും വേണ്ടിയിട്ടും അപ്ലൈ ചെയ്തിട്ടുള്ള ഈ ആൾക്കാരും ആണ് മുൻപന്തിയിൽ വരുന്ന ലിസ്റ്റിലുള്ളത്. അപ്പോൾ അവരെയൊക്കെ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, PSC ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ. അപ്പോൾ PSC അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം വളരെ ദുരിതപൂർണമായ പ്രശ്നമാണ്. നമ്മൾ കർമ്മ ഈസ് ബാക്ക് എന്ന് പറയത്തില്ലേ, അതായത് അവർ പ്രിലിംസും മെയിൻസും ഒക്കെ കൊണ്ടുവന്ന് നമ്മളെ കഷ്ടപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ അവരാണ് കഷ്ടപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. അതിനുശേഷം നിങ്ങൾ ചിന്തിക്കുക, ഇനി അങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ നേരിടും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ കണ്ട കമൻറ്റുകൾ, കണ്ട വീഡിയോയിലൊക്കെ പൊതുവായി പറയുന്ന ഒരു സംസാരമുണ്ട്. അതായത് എന്താണ്, പിൻവാതിൽ നിയമനമാണ് PSC ഇങ്ങനെ ലിസ്റ്റ് വൈകിക്കാനുള്ള കാരണമെന്ന്. ശരിക്കും പറഞ്ഞാൽ അതൊരു റീസണേ അല്ല. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് പിൻവാതിൽ നിയമനം നടക്കുന്നുണ്ട്. അതിന് ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ, പിൻവാതിൽ നിയമനത്തിന്റെ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. അതിനാര് പ്രതികരിക്കുമെന്ന് കൂടി നമുക്കറിയത്തില്ല. അപ്പോൾ അത് നമുക്കങ്ങ് വിട്ടേക്കാം. അങ്ങനെ പിൻവാതിൽ നിയമനത്തിലൂടെ കയറുന്ന ആൾക്കാരെയും കയറുന്ന രീതിയും നമുക്ക് എന്ത് ചെയ്യാം, അത് എന്താണ് അപലപനീയമാണെന്നോ മ്ലേച്ഛമാണെന്നോ പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാം. പക്ഷേ നമ്മൾ പഠിച്ച ആൾക്കാർ ലിസ്റ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ PSC ലിസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ കുഴങ്ങിപ്പോയി കിടക്കുകയാണ്. കാരണം PSC ഒരു പ്ലാനിങ്ങും ഇല്ലാതെ 2 ഘട്ട പരീക്ഷയാണെന്നങ്ങ് പറഞ്ഞു. 2 ഘട്ട പരീക്ഷയുടെ പ്രിലിംസിന്റെ സിലബസിനനുസരിച്ചിട്ട് എന്ത് ചെയ്തു, നമ്മൾ പഠിച്ച് നമ്മൾ പ്രിപ്പയർഡായി. 2ാം ഘട്ട എക്സാംസും വന്നു. ഇപ്പോഴാണ് PSC ചിന്തിക്കുന്നത് നമ്മൾ എങ്ങനെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കും. റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റിലെല്ലാം വരുന്നത് ഒരേ ആൾക്കാരല്ലേ. പേപ്പർ വിലയിരുത്താനും പരീക്ഷയ്ക്ക് വലിയ ചിലവില്ലാതൊക്കെ നടത്താൻ നമുക്ക് കഴിഞ്ഞു. പക്ഷേ ഇതെങ്ങനെ കട്ട് ഓഫ് നിർണ്ണയിക്കും? എത്ര വേക്കൻസി ഉണ്ട്? വേക്കൻസി എന്ന് വെച്ചാൽ ഒരു മനുഷ്യര് പോലും ഇപ്പം എന്ത് ചെയ്യുന്നില്ല, വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ വേക്കൻസിയുടെ അടിസ്ഥാനത്തെങ്കിലും കട്ട് ഓഫ് നിർണ്ണയിച്ചിട്ട് ഒരു ലിസ്റ്റ് ഇടാമായിരുന്നു. ഇപ്പം അതും പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അറിയാതെ PSC ഇപ്പോൾ കുഴങ്ങിയിരിക്കുകയാണ്. ഇത് എൻ്റെ ഒരു ലോജിക്കിൽ എനിക്ക് തോന്നിയതാണ്. അപ്പോൾ കട്ട് ഓഫ് നിർണ്ണയിക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ ലിസ്റ്റ് ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ. ലിസ്റ്റ് കട്ട് ഓഫ് നിർണ്ണയിക്കണമെങ്കിൽ എത്രത്തോളം ഒഴിവുണ്ടെന്ന് അറിയണം. ഒഴിവുണ്ടെങ്കിൽ മാത്രമേ കട്ട് ഓഫ് നിർണ്ണയിക്കാൻ കഴിയത്തുള്ളൂ. ഇൻ കേസ് ഇനി കട്ട് ഓഫ് നിർണ്ണയിച്ചാലും പ്രശ്നമുണ്ട്. എല്ലാ ലിസ്റ്റിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോമൺ ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ ആര് ഏത് ജോലി നേടുമെന്നോ അല്ലെങ്കിൽ ഈ കുറഞ്ഞ തസ്തികയിലുള്ള ജോലിക്ക് ആര് പോകുമെന്നോ ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ ലിസ്റ്റ് പെട്ടെന്ന് ഒരുപാട് ആൾക്കാരെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറേ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ പേരിൽ ആത്മഹത്യയാവും, ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യയാവും. ഇതെല്ലാം PSCക്ക് മുന്നിൽ ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിൽ ഓടിച്ചാടിയൊന്നും തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. ഇൻ കേസ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലിസ്റ്റ് വൈകിയ പോലെ അല്ല കാണിക്കുന്നത്, അതിൻ്റെ ഇരട്ടി കാണിക്കുമെന്നുള്ളത് PSCക്ക് അറിയാം. അതൊരു പക്ഷേ ഗവൺമെന്റിന്റെ ഭരണത്തിനെ തന്നെ ബാധിച്ചേക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം PSC എന്ത് ചെയ്യുന്നത്, ഇത്രയും ലേറ്റ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണ്, PSC ഒരു ശാസ്ത്രീയമായ രീതിയിൽ എന്തെങ്കിലും ഒരു ശാസ്ത്രീയമായ രീതി കണ്ടുപിടിച്ച് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ അത് സക്സസ്ഫുൾ ആവത്തുള്ളൂ. അപ്പോൾ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം? PSCക്ക് മാത്രമാണോ നഷ്ടം? അല്ല, ഈ 3 വർഷം നഷ്ടപ്പെടുത്തിയ നമുക്കാണ് നഷ്ടം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും, നമ്മൾ എന്ത് ചെയ്യും? അതാണ് നമുക്കറിയേണ്ടത്. ഒരു പക്ഷേ ലിസ്റ്റ് വൈകി പൊക്കോട്ടെ, അപ്പോൾ അതനുസരിച്ചിട്ട് വേക്കൻസി റിപ്പോർട്ടാവും. അതനുസരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ വേക്കൻസി ഫില്ലാവാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോസ്റ്റിങ്ങിലെത്തും. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം. PSCന്റെ ഈ തുഗ്ലക് പരിഷ്കരണത്തിലൂടെ
നമ്മളെ പോലുള്ള ആൾക്കാർക്ക് നഷ്ടമാകാൻ പോകുന്ന ഈ ഒരു പ്രശ്നം, അതായത് കൂടുതൽ പേരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക, അതുപോലെ എത്ര പേർക്ക് ജോലി കിട്ടും, ഇതൊക്കെ നമ്മൾ ഒരു റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത്. PSC ഇൻ കേസ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ, PSC അതിന് ഒരു ശാസ്ത്രീയമായ രീതി അവലംബിച്ചില്ല എങ്കിൽ നമ്മൾ എന്ത് നടപടി സ്വീകരിക്കും, അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിക്കുക. അതുപോലെ ലിസ്റ്റ് ഒരുപാട് വൈകിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രതിഷേധിച്ച് മുന്നേറണം. അത് ഏതൊക്കെ രീതിയിലാണ്, നമുക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കാൻ പറ്റും. അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും പ്രതികരിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ആരെങ്കിലും പ്രതികരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കരുത്. പകരം നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ്. നമ്മളെന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ലിസ്റ്റിൽ പെടും എന്ന് ഉറപ്പുള്ള ആൾക്കാർ കുറച്ച് പിൻവലിയും, എപ്പോഴായാലും നമുക്ക് ജോലി കിട്ടുമല്ലോ എന്ന് ചിന്തിക്കും. പിന്നെ മറ്റു കുറച്ച് ആൾക്കാർ ലിസ്റ്റിൽ പെടുമോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇവരെന്ത് ചെയ്യും, ഞങ്ങൾ ഇനി ഇതിന്റെ ബാക്കിൽ നിന്ന് പോയിട്ട് പഠിക്കാൻ പറ്റാതെ അടുത്ത ഇനി വരാൻ പോകുന്നതും നഷ്ടമാവുമെന്ന് ചിന്തിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളെ പോലുള്ള, അതല്ലെങ്കിൽ PSC ആസ്പിറൻസിന്റെ കേസിൽ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഗവൺമെന്റ് നേരിടേണ്ടി വരാത്ത സാഹചര്യവും അതാണ്. കാരണം സ്ഥിരമായിട്ട് കുറച്ച് ആൾക്കാരില്ല, PSCക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു യൂണിയൻ ഇല്ല. 2-3 മാസം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം PSCയുടെ ജോബിന് പുറകെ പോവും, അതിന് വേണ്ടിയിട്ട് നേടും, അല്ലെങ്കിൽ അത് കളയും. ഇങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഒന്നെങ്കിൽ ഇത് പഠിക്കുന്ന സ്റ്റുഡൻസ് ഏറ്റെടുക്കുക. സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഒരു നല്ല യൂണിയനാണ്. പഠിക്കുന്ന സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ PSC പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ല, കോളേജ് സ്റ്റുഡൻസ് ഇത് ഏറ്റെടുക്കുക. അതല്ല എങ്കിൽ മുതിർന്ന യൂത്ത് വിങ് ഇതിനെ ഏറ്റെടുക്കുക. ഇത് രണ്ടിൽ ഏതെങ്കിലും സംഭവിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം PSC ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.